ഹലോ ഫ്രണ്ട്സ്, കുറച്ച് വരിക്ക ചക്കപ്പഴമാണ്. നമുക്കതെല്ലാം ഒന്ന് പറക്കിയെടുക്കാം. ചക്കപ്പഴമെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് മിക്സിയുടെ ജാറിനകത്തിട്ട് അരച്ചെടുക്കാം. ചക്ക എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ഇളക്കാം. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഈ ചക്കയ്ക്ക് ശകലം മധുരം കുറവാണ്. നമുക്ക് ഇച്ചിരി ചക്കര ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉണ്ട ചക്കര നമ്മൾ കല്ലൊക്കെ കളഞ്ഞ് അരിച്ചു വെച്ചിരിക്കുന്നതാണ്. പാനിയാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. മധുരം ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കുന്നത്. ചക്ക ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ അടച്ചിടാം. അല്ല എല്ലാം തെറിച്ച് വെളിയിലും സ്റ്റൗവിലും എല്ലാം വീഴും. നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ ഇളക്കാം. കുറച്ച് നേരം കൂടെ ഇളക്കണം. ഒരു സ്പൂൺ ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചത് അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചക്ക ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നെയ്യ് ഏകദേശം ആയിട്ടുണ്ട്. നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ചക്ക ആയിട്ടുണ്ട്. നമുക്ക് അതിന് പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. ചൂടോടെ തന്നെ ചെയ്യണമെങ്കിൽ അത് കറക്റ്റ് ആവത്തുള്ളൂ. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക വരട്ടിയത്. ഇത് എത്ര വർഷം വേണേലും ഇരിക്കും, കേടുകൂടാതെ. നമുക്കിതിനെ അലുവാട പോട്ട് കണ്ടിച്ചെടുത്ത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ചക്ക കിട്ടുമ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്